അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബറകാതുഹു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി അവറുകളും സാറ ഉസ്താദ് അവറുകളും തമ്മിലായിരുന്ന നമ്മുടെ സംവാദം ഇമാം അശ്ശരി ഇമാമ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഉമർ ഫൈസി അവറുകൾ കൊണ്ടുവന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അള്ളാഹു അർഷിൻ്റെ മേൽ ഇരിക്കുന്നു എന്ന വാദവുമായി ബഹുമാനപ്പെട്ട ഉമർ ഫൈസി അവറുകൾ എത്തുകയും അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഇബ്നു സാറ ഉസ്താദ് അതിനെ പൊളിച്ചടുക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ സഹോദരൻ ഉമർ മൗലവി അദ്ദേഹം ചരിത്രം ചവറ്റുകൊട്ടയിലേക്ക് ചവച്ചു തുപ്പി തള്ളിയ ആശയങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഛർദ്ദിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിന് ശരീരമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ജഡവൽക്കരിക്കുന്ന ഒരു സമൂഹം ഈ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. മുജസ്സിമത്ത് എന്നാണ് അവരെ ചരിത്രം പേരിട്ട് വിളിക്കുന്നത്. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, വയറുണ്ട്. അതുപോലെ അള്ളാഹു സിംഹാസനസ്ഥനാണ്, അള്ളാഹു ഇരിക്കുന്നു, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ ജൽപ്പിച്ച മുജസ്സിമത്ത് എന്ന് പറയുന്ന ആന്ത്രോപോഫോർമിസ്റ്റുകൾ, ഈ മുജസ്സിമത്ത് അവരുടെ വാദമാണ് ഇപ്പോൾ ഈ ഉമർ മൗലവി എന്ന മുജാഹിദുകളുടെ ഓൺലൈൻ മുഫ്തി ഛർദ്ദിച്ചുകൊണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? അള്ളാഹു സിംഹാസനസ്ഥനാണ്, അള്ളാഹു സിംഹാസനത്തിന് മേൽ ഇരിക്കുന്നു എന്നൊക്കെയാണ്. അള്ളാഹു ആകാശത്തിന്റെ മുകളിലാണ് അള്ളാഹു നിലകൊള്ളുന്നത് എന്നൊക്കെയാണ്. എന്നാൽ ഇതൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം അത്തരത്തിലുള്ള മുത്തശാബിഹായ ആയത്തുകളെ അതേ രൂപത്തിൽ വർണ്ണിക്കുക, വിവരിക്കുക എന്നല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല, ലിറ്ററലി എടുക്കേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ കുഴയുമല്ലോ. കാരണം സൂറത്തുർ റഹ്മാനിൽ നമ്മൾ സാധാരണ ഓതാറുണ്ട്, കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചൊടുങ്ങും, വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിന്റെ മുഖമൊഴികെ എന്നിവർ അർത്ഥം വെക്കേണ്ടി വരും, അല്ലേ? അപ്പൊ കയ്യും കാലും ഒക്കെ പോയി അള്ളാഹു മുഖം മാത്രമുള്ള ഒരു വികൃത രൂപിയായി പരിണമിക്കും അള്ളാഹു. ഇതാണ് മുജാഹിദിന്റെ വിശ്വാസം. ഇങ്ങനെ ഒരു വിശ്വാസമാണ് ഇവർ പേറുന്നത്. ജമ്മുൽ ജവാമി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഉസൂല് വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അതിന്റെ വ്യാഖ്യാനമാകുന്ന ബന്നാനിയിൽ കാണാം, ഇത്തരത്തിൽ അള്ളാഹുവിനെ ജഡവൽക്കരിക്കുന്ന മുജസ്സിമത്ത് കാഫിറുകളാകുന്നു എന്നാണ്. ആ കുഫരിയത്ത് വിശ്വാസമാണ് ഇവിടെ ഇദ്ദേഹം ഏറ്റിക്കൊണ്ടുവരുന്നത് എന്നത് കാണുമ്പോൾ, അതുകൊണ്ട് ഈ മൗലവി, ഉമർ മൗലവി എന്ന് പറയുന്ന ഈ പുരോഹിത വര്യൻ, അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നതൊക്കെയും ശുദ്ധമായ കളവാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറുൻ നഫ്സാണ്, അഥവാ സ്വന്തം വ്യാഖ്യാനമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതല്ല. അർ-റഹ്മാനു അൽ അർശി ഇസ്തവാ എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാഹു സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്. അത് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ എടുക്കപ്പെടേണ്ടതല്ല. അത് മുത്തശാബിഹാണ്. മുത്തശാബിഹായ ആയത്തുകൾ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവാമുന്നാസിന്റെ ഇടയിൽ വന്നുകൊണ്ട് ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നാടകം കളിക്കുന്ന ഫൈസി, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയുന്ന മാതിരി അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ശരീരമുണ്ട്, ജഡമുണ്ട്, കയ്യും കാലുമൊക്കെയുണ്ട് എന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നുവല്ലോ. ഇബാറത്തൊട്ട് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു മൗലവി സാഹിബെ. അശ്അരി ഇമാമിന്റെ മേലെ പച്ച നുണ പറയുന്നു. നിങ്ങളുടെ തഫ്സീർ നഫ്സ് ആവശ്യമില്ല, ഇബാറത്തിട്ട് പറ, വിവരിക്ക്, പദാർത്ഥം വെക്കൂ. ഉമർ മൗലവി. ഇബ്നു സാറേ, നല്ല തമാശയാണല്ലോ ഇപ്പൊ ഈ സംസാരിക്കുന്ന പുതിയ ഇറക്കിയ അവതാരണ്ടല്ലോ സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന്റെ പേര് ഇബ്നു സാറയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പിടിച്ച് 4 പെടപെടപ്പിച്ചപ്പോ 1 മാസം ഞാൻ അദ്ദേഹത്തെ ആനക്കുട്ടിയെ പന്തിയിലിട്ട് മെരുക്കിയെടുക്കുന്നത് പോലെ 1 മാസം ഇട്ട് മെരുക്കിയെടുത്തു. അങ്ങനെ മെരുക്കി ലെവലാക്കി അവസാനം അദ്ദേഹത്തിന്റെ ഇബ്നു സാറ എന്നുള്ള പേര് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് മാറ്റിച്ചു. അങ്ങനെ ഇബ്നു സാറ എന്ന പേര് ഞാൻ മാറ്റി ആ കുട്ടിക്ക് നല്ലൊരു പേരൊക്കെ കൊടുത്ത് അവനെ കുള്ളിപ്പിച്ച് വൃത്തിയാക്കി റെഡിയാക്കി ഇങ്ങോട്ട് ലെവലാക്കി എടുത്തതാണ്. അവനാണ് ഇവിടെ വന്ന് ഇപ്പോൾ വാചകത്തിന്റെ ടെക്നിക്കലിന് തയ്യാറാകുന്നത്.
ഇപ്പോൾ നമ്മുടെ ശഹാബുദ്ദീൻ സഖാഫി ആഴക്കടലിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അദ്ദേഹത്തെ കരകയറ്റാൻ വേണ്ടി പലരും ഇറങ്ങി നോക്കി, രക്ഷയില്ല. ആർക്കും അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കാനുള്ള കെട്ടിവെക്കാനുള്ള തുക ആരുടെ കയ്യിലുമില്ല. എക്സ് ഇബ്നു സാറക്കുമില്ല. സ്വന്തം പിതാവിന്റെ പേര് പോലും ഇടാൻ ധൈര്യം കാണിക്കാത്ത സാഹചര്യത്തിൽ ഇബ്നു സാറയെ കൊണ്ട് ഉമ്മയുടെ പേര് മാറ്റിച്ച് യഥാർത്ഥ പേരിലേക്ക് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്നു. ആ ഇബ്നു സാറയാണ് അല്ലേ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്? ഇതിലേറെ നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ചില ആളുകളുടെ അവരെ വരാമായിരുന്നില്ലേ? അതുകൊണ്ട് ഇനി ഇബ്നു സാറ തയ്യാറായിക്കോളൂ. ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം ഇവിടെ രണ്ട് കൂട്ടർക്കും തർക്കമില്ലാത്ത ഗ്രന്ഥം ഇവിടെ നിലനിൽക്കുന്നു. അള്ളാഹു സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണ്, അള്ളാഹുവിന്റെ അറിവ് എല്ലായിടത്തുമുണ്ട് എന്ന ആദർശമാണ് അശ്ശരി ഇമാമിന്റെ ഗ്രന്ഥത്തിലുള്ളത് എന്ന് ഞാനും, അതല്ല ഇമാം അശ്ശരിയുടെ വാദം അള്ളാഹു സിംഹാസനത്തിന് മേൽ ആധിപത്യം നടത്തി എന്നാണ്, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുമാണ് എന്ന സമസ്തക്കാരന്റെ വാദം അശ്ശരി ഇമാമിന്റെ ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ഇബ്നു സാറ യല്ലാ വരൂ, ഇറങ്ങൂ ഈ പോർക്കളത്തിലേക്ക്, ഈ വാദപ്രതിവാദം ഏറ്റെടുക്കൂ, ഈ വാദപ്രതിവാദത്തെ മുന്നിൽ നിന്ന് നയിക്കൂ. ഈ പ്രമാണങ്ങളും തമ്മിൽ മാറ്റുരക്കുന്ന ഈ പോർക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഈ സംവാദത്തിന്റെ മുന്നിൽ നിൽക്കുക. അശ്ശരി ഇമാമിന്റെ ഗ്രന്ഥം എടുത്തുകൊണ്ട് നിങ്ങളുടെ വാദം തെളിയിക്കുക. ഞാൻ അശ്ശരി ഇമാമിന്റെ വാദം എടുത്തുകൊണ്ട് ഞങ്ങൾ മുജാഹിദുകൾ പറയുന്ന വാദം ഇവിടെ തെളിയിക്കും. തയ്യാറായിക്കോളൂ. താങ്കളെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ അശ്ശരി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി താങ്കളെ ക്ഷണിക്കുന്നു. തയ്യാറായിക്കോളൂ, റെഡിയാവുക. ഇബ്നു സാറയും റെഡിയായിക്കോ, കൂടെ ആരൊക്കെ മുസ്ലിമാരാ ഉള്ളത് എല്ലാവരും റെഡിയായിക്കോളൂ. നിങ്ങളെ എല്ലാവരെയും 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള നിഷ്പക്ഷമതികളായ ആളുകൾക്ക് പ്രമാണങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ ശുഭസുന്ദര മുഹൂർത്തം സന്തോഷത്തോടെ കാണാനും അവരുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനും മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയ സ്ഫുടീകരണം നടത്താനുമുള്ള സൗഭാഗ്യം ഇവിടെ ലഭ്യമാണ്. ഇബ്നു സാറ പോർക്കളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക. അസ്സലാമു അലൈക്കും അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറയുന്നതിലെ ഇസ്തവ എന്നതിനെ കുറിച്ച് ലിറ്ററലി ആയിട്ടുള്ള മീനിങ് എടുക്കാൻ പാടുള്ളതല്ല എന്നാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അതേക്കുറിച്ച് പറഞ്ഞത് അംറും ഫിൽ അർശ്, അതൊരു കമാൻഡാണ്. അള്ളാഹുവിന്റെ പ്രതാപശാലിത്വം, അള്ളാഹുവിന്റെ മേധാശക്തി, അള്ളാഹുവിന്റെ ആ അധികാര സ്ഥാപനത്തെ കുറിക്കുന്നതാണത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അള്ളാഹു സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നു എന്നല്ല, അള്ളാഹു ജഡമുള്ളയാള് എന്നല്ല. അത് തന്നെയാണ് ഇമാമുൽ ഹറമൈൻ അൽ ജുവൈനി റളിയല്ലാഹു അൻഹുവും പറഞ്ഞ തന്റെ അൽ ഇർഷാദിൽ. അത് തന്നെയാണ് ഇമാം യാഫി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ മർഹമിലും പറഞ്ഞത് തന്നെയാണ് കേട്ടോ. എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതല്ലാതെ ഇദ്ദേഹം ജൽപ്പിക്കുന്നത് മാതിരി ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൽ തന്റെ ചന്തി കൊണ്ട് അള്ളാഹു ഇരിക്കുന്നു എന്നല്ല. പിന്നെയോ അള്ളാഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു ആരെപ്പോലെയും അല്ല. ഖുർആൻ തന്നെ വ്യക്തമായി തെളിവ് പറയുന്നു. അള്ളാഹു ആരെപ്പോലെയും അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കയറി ഇരിക്കുക എന്നർത്ഥം നമ്മളെ പോലെ ഇരിക്കുന്ന ഒരാളാണ് അള്ളാഹു എന്നാണോ? അള്ളാഹുവിന് സ്ഥലവും കാലവും ടൈമും അള്ളാഹുവിന് ഡയറക്ഷനും ഒക്കെ അള്ളാഹുവിന് മേൽ അസ്ക്രൈബ് ചെയ്യുന്നത്, ആരോപിക്കുന്നത്, അധ്യാരോപിക്കുന്നത് തികഞ്ഞ കുഫർ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി സാധാരണക്കാരുടെ ഈമാനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മൗലവി സാഹിബേ, നിങ്ങൾക്ക് വേറെ പണി. മാന്മാരൊക്കെ പഠിപ്പിച്ചത് ഇമാം അശ്ശരി പഠിപ്പിച്ചത് എന്താ പറ? നീ അഖീദ അശ്ശരി ഇമാമിന്റെ അഖീദ അല്ലടോ നിനക്ക്. അശ്ശരിമാൻ പറഞ്ഞത് പറ. അശ്ശരി ത്വരീഖത്തുകാരല്ലേ നിങ്ങള്? ആ ജാതി ഇന്നുണ്ടല്ലോ, ഇനി ഡയലോഗിന്റെ ടെക്നിക്കുമായിട്ട് ഇബ്നു സാറ ഇറങ്ങും. അതൊന്നും നടക്കൂല. അശ്ശരി ഇമാമിന്റെ കിതാബിലുള്ളത് ജനങ്ങളോട് പറയാൻ ധൈര്യമുണ്ടോ ഇബ്നു സാറേ? പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇറങ്ങ് പറ. അശ്ശരി ഇമാമിന്റെ കിതാബുകൾ വായിക്ക്, അദ്ദേഹത്തിന്റെ മക്കാലത്തുൽ ഇസ്ലാമിയും വായിക്ക്, അല്ലിബാന വായിക്ക്, റിസാലത്തു തഹർ വായിക്ക്. വാചകടി കൊണ്ട് നടക്കൂല മക്കളെ. വാചകടിച്ചിട്ട് ഒന്നും ഈ കുളത്തുനിന്ന് നിങ്ങൾക്ക് കയറാൻ കഴിയൂല മക്കളെ. അസ്സലാം.
അതെ, ഞാൻ ക്ലിപ്പ് കുറച്ചോളാം, ഒരു പ്രശ്നമല്ല. ഇബ്നു സാറ തയ്യാറായിക്കോട്ടെ. ഇമാം അശ്ശരിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുക. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ പിന്നെ അള്ളാന്റെ സിഫത്തുകൾക്ക് എങ്ങനെ അർത്ഥം പറയേണ്ടത് പറഞ്ഞ. ഇമാം അശ്ശരിന്റെ ഗ്രന്ഥം ഉദ്ധരിക്കുക. ഇവിടെ സംവാദം തുടങ്ങുകയാണ്, ഞാനും ഇബ്നു സാറയും തമ്മിലുള്ള സംവാദം തുടങ്ങുകയാണ്. അതിന് എന്താണോ വ്യവസ്ഥ, ഇബ്നു സാറ പറയുന്ന വ്യവസ്ഥ, സമയം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലെ മതി മാത്രം. ഇബ്നു സാറ പറയുന്ന വ്യവസ്ഥ ഒരു കുഴപ്പമില്ല. ഇബ്നു സാർ എന്ത് വ്യവസ്ഥ പറഞ്ഞാലും പാടില്ല. സംവാദം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്, അതിന് തയ്യാറാകുക. എത്രയും പെട്ടെന്ന് ഇബ്നു സാറ പ്രതികരിക്കുക. അശ്ശരി ത്വരീഖത്താണല്ലോ ഇബ്നു സാറക്കുള്ളത്. അള്ളാഹു സിംഹാസനത്തിൽ ആധിപത്യം നടത്തി, അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നാണല്ലോ നിങ്ങളെ വിശ്വാസം. അത് അശ്ശരി ഇമാമിന്റെ ഗ്രന്ഥം വായിച്ച് തെളിയിക്കുക. ഞാൻ അശ്ശരി ഇമാമിന്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ഞാൻ മുജാഹിദുകൾ പറയുന്ന ആദർശമാണ് ശരി എന്ന് ഞാനും തെളിയിച്ചു തരാം. വാദപ്രതിവാദം തുടങ്ങാൻ പോകുകയാണ്. എല്ലാവരും വളരെ ആവേശത്തോടെ ഇത് കാത്തിരിക്കുന്നു. സലാം. മൂട്ടയെ കൊല്ലാൻ ആരെങ്കിലും പീരങ്കി എടുക്കാറുണ്ടോ കൂട്ടരെ? ഇല്ല. അപ്പൊ നിങ്ങളെയൊക്കെ നേരിടാന് എന്നെ പോലെയുള്ള സാധാരണ സോൾജിയേഴ്സ് മതി. സുന്നി സോൾജിയേഴ്സ് 1000 കുതിരശക്തിയോടെ ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ ഉസ്താദിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നേരിടൂ ഫൈസി. പച്ച നുണ പറയുന്നു. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നതാണ് സമസ്തയുടെ വിശ്വാസം. എവിടെ ഞങ്ങളുടെ വിശ്വാസം? എവിടെ അങ്ങനെ പറഞ്ഞത്? കൊണ്ടുവാ തെളിവ്. 2, നിങ്ങൾ പറഞ്ഞില്ലേ അല്ലാഹു സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നു എന്നതാണ് ഇമാം അശ്അരിയുടെ വിശ്വാസമെന്ന്. കൊണ്ടുവാ തെളിവ്. ആൺകുട്ടികളാണ് ഈ ഭാരത്ത് ഇവിടെ ഇട്, എന്നിട്ട് അർത്ഥം വെക്ക്. കാനട്ടെ ഉസിർ കേട്ടോ, നോണ പറയരുത്. എവിടെ ഞങ്ങൾ പറഞ്ഞത് അല്ലാഹു എല്ലായിടത്തും ഉണ്ടെന്ന്? ഞങ്ങൾ ഈ ഉമർ മൗലവി അടക്കമുള്ള മുജസ്സിമത്ത് ഇവരുടെ വാദം അനുസരിച്ച് ബഹുരസമാണ് സുഹൃത്തുക്കളെ. വഹുവ മഅക്കും ഐനമാ കുന്തും എന്ന് സൂറത്തുൽ ഹദീദിലാണെന്ന് തോന്നുന്നു ഒരായത്തുണ്ട്. നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ അല്ലാഹ് ഉണ്ട് എന്നാണ് ഇവരുടെ വാദപ്രകാരം അത് അർത്ഥം വെക്കേണ്ടി വരിക. അപ്പൊ ഇവർ തന്നെ പറയുന്നു എന്താണ്? അള്ളാഹു സിംഹാസനസ്ഥനാണ്. അർ-റഹ്മാനുൽ അർശിസ്തവ. അള്ളാഹു സിംഹാസനസ്ഥനാണ്. അതെങ്ങനെയാ കൂട്ടരെ കഴിയുക? അള്ളാഹു സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുകയും ചെയ്യാം, പിന്നെ നിങ്ങൾ എവിടെയൊക്കെ പോകുന്ന അവിടെ ഉണ്ടാവുകയും ചെയ്യാ. എങ്ങനെ കഴിയും? നിങ്ങളുടെ വാദപ്രകാരം വൈരുദ്ധ്യായില്ലേ? പറ മറുപടി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം, മുജാഹിദിന്റെ വിശ്വാസം. അതെ, എന്താണ് ഇമാം അശ്ശരി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല എല്ലായിടത്തും ഇല്ല എന്നാണോ പറഞ്ഞിട്ടുള്ളത്? സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ ഇമാം അശ്ശരിന്റെ ആദർശം എന്നുള്ളത്? നിങ്ങൾ അശ്ശരി ത്വരീഖത്തല്ലേ? ആ അശ്ശരി ത്വരീഖത്തിന്റെ ആദർശം ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുക പറഞ്ഞത്. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് നിങ്ങളുടെ വിശ്വാസം ഇല്ല അല്ലേ? അതെ, അങ്ങനെയൊക്കെ തന്നെ പറയും. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞോ? അതേപോലെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം തന്നെയല്ലേ? അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നാ നിങ്ങളെ വിശ്വാസം, അള്ളാഹ് എല്ലായിടത്തും ഇല്ല എന്നാ നിങ്ങളെ വിശ്വാസം. അപ്പൊ ഒന്നും ഇല്ലാതെ ആയി പോയിട്ടുണ്ട്, വിശ്വാസം തന്നെ 0 ആയി പോയിട്ടുണ്ട് അല്ലേ? എത്രയും പെട്ടെന്ന് വാദപ്രതിവാദം ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെ വിശ്വാസം അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നാണ് എന്ന് ഞാൻ പഠിപ്പിച്ചു തരും നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? അതല്ല എങ്കിൽ അല്ല എന്ന് താങ്കൾ പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതിന് രേഖ ഉദ്ധരിക്കണം. എന്നിട്ട് അള്ളാഹിനെ പറ്റി നിങ്ങൾ എന്താ വിശ്വസിക്കണം, അള്ളാഹ് എവിടെയെന്നുള്ളത് എന്താണ് നിങ്ങൾ പറയും വേണം, മനസ്സിലായില്ലേ? ഇപ്പൊ വാദപ്രതിവാദത്തിന് കഴിച്ചില്ലാൻ വേണ്ടി പറയാ, അതൊന്നും നടക്കൂല. അസ്സലാമു അലൈക്കും. ഞാൻ നിസ്കരിച്ച് ഇപ്പഴ് വരാം. വിശ്വാസം എന്താ? നിങ്ങളെ വിശ്വാസം എന്താ? അള്ളാഹു ആകാശത്തിൽ. അൽമനാർ 2005 ഏപ്രില്. ആകാശം അള്ളാഹുവിന്റെ വലത്തെ കയ്യിൽ. അത്തൗഹീദ് 126. രാത്രിയിൽ 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. അൽമനാർ 2004 ജൂലൈ. അള്ളാഹു പ്രപഞ്ചത്തിന് പുറത്ത് പുളിക്കൽ അവതരിപ്പിച്ച പ്രബന്ധം. അള്ളാഹു ഇന്ന് ഇടതും വലതും കൈയില്ല, പിന്നെ എല്ലാ രണ്ടും വലത് കൈയാണ്, രണ്ടും വലത് ഭാഗത്താണ്. അത്തൗഹീദ് 124. അള്ളാഹുവിന് 2 കൈയും വലത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ 25. അതുപോലെ അൽമനാർ 2004 ഡിസംബർ. ഭൂമിയുടെ ഇടത് കൈ കൊണ്ട് അള്ളാഹു ചുരുട്ടിപ്പിടി. അപ്പൊ അള്ളാഹു ഇടത് കൈ വന്നു. ഇപ്പോ അൽമനാർ 2009 ജനുവരി. അള്ളാഹുവിന്റെ പാദം നരകത്തിന് മുകളിൽ വെക്കും. യഊദുബില്ല. അള്ളാഹു എന്ന പുസ്തകം. അള്ളാഹുവിന് ഊരയുണ്ട്. അൽ ഇസ്ലാഹ്. അള്ളാഹുവിന് ഊരയില്ല. ബുഖാരി പരിഭാഷ. അള്ളാഹു കൈ കണ്ണങ്കാല് മോക്കുള്ള ആളാണെന്ന് വിശ്വസിക്കണം. അൽമനാർ 2004 ഡിസംബർ. അള്ളാഹു ആസനത്തിൽ ഇരിക്കുന്നവനാകുന്നു. മുഖമൊഴിച്ച് അള്ളാഹുവിന്റെ എല്ലാം നശിച്ചു പോകും. അതെ, അള്ളാഹു വിഗത രൂപിയാണ്. അൽമനാർ 2004. ഇതിലെ ഏതൊക്കെയുടെ വിശ്വാസം ഒന്ന് പറ. അശ്ശരി ഇമാമിനെ തൊടാൻ വന്ന ഫൈദി, നിങ്ങളുടെ വിശ്വാസം എന്താ ഒന്ന് പറ. എം അക്ബറിന്റെ വിശ്വാസമാണോ എന്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഈ സംവാദത്തിൽ കരകയറാൻ ഇബ്നു സാറക്ക് സാധിക്കൂല. ഇബ്നു സാറ ഇപ്പോ കുടിച്ചത് ഇബ്നു സാറ ഉദ്ദേശിച്ചല്ല ഇപ്പൊ കുടിച്ചിട്ടുള്ളത്. ഇബ്നു സാറ ഇപ്പൊ പറയണം, നിങ്ങൾക്ക് എന്താണോ വിശ്വാസമുള്ളത് അത് ഇമാം അശ്ശരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കണം എന്നാ ഇബ്നു സാറിനോട് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, നിങ്ങളെ അശ്ശരി ത്വരീഖത്തല്ലേ, വേഗം വായിക്ക്.
സംവാദം തുടങ്ങുകയാണ്. ഞാനിപ്പോൾ അത് കാത്തിരിക്കുകയാണ്. വേഗം ആവട്ടെ, ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ പോയതായിരുന്നു, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇബ്നു സാർ റെഡി ആയിക്കോളൂ, എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ. നമ്മൾ തമ്മിൽ സംവാദം നടക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ വിഷയം അവതരിപ്പിച്ചോളൂ. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് ഇമാം അശ്ശരിന്റെ കിതാബിൽ നിന്ന് വായിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹ്ക്ക് കൈയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരി, അള്ളാഹ് സിംഹാസനത്തിൽ ഉപേക്ഷണല്ല എന്നൊക്കെ അല്ലേ പറയുന്നത്. അതൊക്കെ ഇമാം അശ്ശരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചോളൂ. അദ്ദേഹത്തിന്റെ അശ്ശരി ത്വരീഖത്താണല്ലോ നിങ്ങൾ സ്വീകരിക്കുന്നത്. വേഗം തുടങ്ങിക്കോ, സംവാദം തുടങ്ങുകയാണ്. മധ്യസ്ഥന്മാര് ഇടപെടണമെന്നൊന്നുമില്ല. ഇബ്നു സാർ എന്താണോ നിയമം പറയുന്നെങ്കിൽ ആ നിയമം തന്നെ ഇബ്നു സാറിന്റെ വ്യവസ്ഥ. സമയം നമുക്ക് രണ്ടാക്കും ഒരേപോലെ മതി. തുടങ്ങിക്കോ. അല്ലാഹ് അസ്സലാമു അലൈക്കും. പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അള്ളാഹ് സർവ്വവ്യാപിയാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുപോവാ, വേഗം ഇങ്ങോട്ട് കൊണ്ടുപോവാ. പച്ച തോണ പറയാ. അശ്ശരി ഇമാം എവിടെ പറഞ്ഞു? സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നവനാണ് അള്ളാഹു, ഊരയോടുകൂടി ചന്തയോടുകൂടി ഇരിക്കുന്നവനാണ് അള്ളാഹു എന്ന് ഇമാം അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പച്ച നുണ പറയുന്ന പുരോഹിത, കൊണ്ടുപോവാ തെളിവ്. അൽമനാറുത്തതൊക്കെ അവിടെ നമുക്കെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പൊ തൽക്കാലം ഇമാം അശ്ശരിന്റെ കിതാബിലുള്ള അക്കീദ് എന്താണ് എന്നുള്ളത് പുറത്തേക്ക് ഇടുകയാണ്. ഇപ്പോ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ഇതിൽ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് അൽമനാറിന്റെ ആവശ്യമല്ല, എം അക്ബറിന്റെ ആവശ്യമല്ല, ഉമർ ഫൈസിന്റെ ആവശ്യമല്ല. ഇമാം അശ്ശരിയുടെ അക്കീദ് എന്താണ് മൂപ്പരെ കിതാബിലുള്ളത് എന്ന് അറിയാനാണ് ഇപ്പൊ ഇതിലുള്ള ശ്രോതാക്കൾ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമാം അശ്ശരിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കീദ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക. അസ്സലാമു അലൈക്കും. അള്ളാഹുവിന് ഇടമില്ല, അള്ളാഹുവിന് ഡയറക്ഷൻ ഇല്ല, അള്ളാഹുവിന് ഇരിപ്പിടമില്ല, അള്ളാഹുവിന് ചന്തിയില്ല, അള്ളാഹുവിന് ഊരയില്ല, അള്ളാഹുവിന് കയ്യും കാലുമില്ല. കൈയുണ്ട് കാലുണ്ട്, അതൊക്കെ ഇടത്തെ കൈയാണ് ഇടത്തെ കൈയാണ് എന്ന് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല. വേഗം കൊണ്ടുപോവാ. എവിടെ ഞങ്ങൾ പറഞ്ഞത്? വേഗം പച്ച നോള പറഞ്ഞിട്ടേ നടക്കൂല മൗലവി. വേഗം. അശ്ശരി ഇമാം എവിടെ പറഞ്ഞല്ലോ? അശ്ശരി ഇമാമിന്റെ പേര് നിങ്ങൾ നോണറിയില്ലേ കൈമാരെ? അശ്ശരി ഇമാം അല്ല, നിങ്ങൾ എഴുതി വെച്ചതുണ്ട്. നിങ്ങൾ എഴുതി വെച്ചു. ഏതാണെന്നറിയോ? KB മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ, ഷെയ്ഖിൻ കീൽ മുരീദിൻ മുറാഖബ എന്ന പുസ്തകത്തിന്റെ 50-ാം പേജ് വായിക്ക്. ഷെയ്ഖിൻ കീൽ മുരീദിൻ മുറാഖബ എന്ന പുസ്തകത്തിന്റെ 50-ാം പേജ് വായിക്ക്. നിങ്ങളുടെ അക്കീദ അതാണ്, മനസ്സിലായില്ലേ? അങ്ങോട്ട് വായിച്ചൂട്. ഇപ്പൊ വാദപ്രതിവാദത്തിൽ നിന്ന് കഴിച്ചില്ല കളി, അതൊന്നും പറ്റൂല, മനസ്സിലായോ? നിങ്ങള് എല്ലായിടത്തും അള്ളണ്ട് എന്നാ നിങ്ങളുടെ വാദം. നിങ്ങളുടെ വാദം എന്താണെന്ന് അറിയോ? ആകെ കൂടെ ഒരു ദാത്തേ ഉള്ളൂ എന്നാണ്, ഒറ്റ ദാത്ത്, മനസ്സിലായില്ലേ? ആ ഒരു ദാത്താണ് ആകെ കൂടെ ഉള്ളത്, വേറെ ഒന്നില്ല, മനസ്സിലായില്ലേ? അതാണ് നിങ്ങളുടെ വിശ്വാസം. അതാ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും അള്ളണ്ട് എന്ന് പറഞ്ഞത്. കാരണം ആകെപ്പാടെ ഒരു ദാത്തല്ലേ ഉള്ളൂ. ഇവിടെ ഇല്ലേ എന്താണ് നിങ്ങളുടെ അമ്പംകുന്നത്തെ വീരാനവലിയ പാപ്പാന്റെ ദിക്റില്ലേ? ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല, ലാ പള്ള ഇല്ലല്ല, ചെലലില്ലടോ നിങ്ങള്. അപ്പൊ അത് നീ ഒരു കഥ അറിയാതെ നടക്കാണോ? നീ ഉമ്മാന്റെ മോനല്ലേ ഇബ്നു സാറേ? എത്രയും പെട്ടെന്ന് തയ്യാറായിക്കോളൂ. അല്ലാഹു അക്ബർ. പന്താവൂർ എഴുതി. ആരാ പന്താവൂര്? ഇവിടെ ഇടവർ എഴുതുന്നില്ലേ? ബേബി എഴുതുന്നില്ലേ? ജോസഫ് ഐസക് എഴുതുന്നില്ലേ? തോമസ് ഐസക് എഴുതുന്നില്ലേ? അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വെക്കാൻ പറ്റുമോ? സമസ്തയുടെ പേരിൽ വെക്കാൻ പറ്റുമോ? കൊണ്ടുപോവാ മൗലവി. പച്ചയായിട്ട് ഇവിടെ മാപ്പ് പറയണം. വേഗം മാപ്പ് പറയും. നുണ പറയാ, പണ്ഡിതന്മാരുടെ പേരിൽ നുണ പറയാ. നുണ പറയാൻ സമ്മതിക്കൂല ഫൈലി. അള്ളാഹു സർവ്വവ്യാപിയാണ് എല്ലായിടത്തും. അള്ളാഹുവിന് ഇടമില്ല, അള്ളാഹുവിന് ഇടമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫരിയത്താണ്. അതങ്ങളുടെ വിശ്വാസം. വേഗം കൊണ്ടുപോവാ, വേഗം കൊണ്ടുപോവാ. പച്ച നുണ പറയാ. ഒന്നുകിൽ മാപ്പ് പറയാ, അല്ലെങ്കിൽ ഇവിടെ തെളിവ്. മലയെലിയെ പ്രസവിച്ചു. മലയെലിയെ പ്രസവിച്ചു. എവിടെ? ഞങ്ങൾ പറഞ്ഞത് എവിടെ മൗലവി? നുണ പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിക്കാമെന്ന് കരുതിയല്ലേ? നടക്കില്ല. സുന്നി സോൾജറുടെ മുന്നിൽ മൂത്രൊഴിക്കുന്ന കാളസത്തിലെ ഞാൻ മൂത്രൊഴിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതെന്റെ ഉസ്താദ്മാരുടെ ബർക്കത്താ. വേഗം നുണ പറയാ, പരസ്യമായി മാപ്പ് പറ. ഈ ഗ്രൂപ്പിലുള്ളവരുടെ മാപ്പ് പറയാതെ ഇനി ചർച്ചയില്ല. അതുപോലെ ഇമാം അശ്ശരി തങ്ങൾ, മഹാനായ അബുൽ ഹസൻ അശ്ശരി റഹിമഹുല്ലാഹ്, അവിടുന്ന് സിംഹാസനത്തിൽ അള്ളാഹു ചന്തി കൊണ്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചു എന്ന് പച്ച നുണ പറഞ്ഞവനാണ്. ആദ്യം ഇതിന്റെ മാപ്പ് പറഞ്ഞിട്ട് ഇനി ചർച്ച. മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ അപ്പൊ ഓലൊക്കെ തള്ളി. ശരി, അപ്പൊ എന്താ മൂപ്പരത് അംഗീകരിക്കുന്നില്ല. അപ്പൊ എന്നാ ഇബ്നു സാർ ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് നീ പറഞ്ഞ. നിങ്ങളുടെ വിശ്വാസം എന്താ? കൈയില്ലാത്ത അല്ലാന്നല്ലേ? അത് ഇമാം അശ്ശരിന്റെ കിതാബിൽ നിന്ന് തെളിയിക്കണം. സിംഹാസനത്തിൽ ഉപവിഷ്ടനല്ലാത്ത അല്ലാന്നല്ലേ? അല്ലേ? അതും എന്ത് ചെയ്യണം? ഇവിടെ
ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തും തെളിയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് മേൽ ഉപവിഷ്ടനല്ല. അള്ളാഹു ആകാശത്തിന് മേൽ ഉപവിഷ്ടനല്ല, ഭൂമിയിലും ഉപവിഷ്ടനല്ല എന്നല്ലേ നിങ്ങളെ വിശ്വാസം? അള്ളാഹു ആകാശത്തും ഭൂമിയിലും ഉപവിഷ്ടനല്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അതല്ലേ നിങ്ങളുടെ വിശ്വാസം? അള്ളാഹു ആകാശത്തിലും ഭൂമിയിലും ഉപവിഷ്ടനായി എന്ന് പറയാൻ പറ്റൂല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അല്ലേ? അള്ളാഹു ഭൂമിയിലും ആകാശത്തും ഉപവിഷ്ടനായി എന്ന് പറയാൻ പറ്റൂല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറ. അങ്ങനെ നിങ്ങളിൽ വിശ്വാസം ഉണ്ട്. നിങ്ങൾ പല ആളുകളും ഇതെന്താ വെച്ചാല്, ഞാനത് പറയില്ല, അത് ഈ ക്ലാസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് പറയില്ല. നിങ്ങൾ പല ആളുകളും പലതുമാണ് എഴുതാറുള്ളത്. നിങ്ങളിൽ ഒരാൾ എഴുതിയിട്ടുള്ള എന്താ അറിയോ? അള്ളാഹു ആകാശത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാഹാണ്, ഭൂമിയിലും അള്ളാഹു തആല ഇലാഹാണ്. ആകാശത്തിന് മേൽ ഉപവിഷ്ടനായി എന്ന് പറയാൻ പറ്റൂല, ഭൂമിയിലും ഉപവിഷ്ടനായി എന്ന് പറയാൻ പറ്റൂല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസം നീ ഒരു കാര്യം പറ. എന്നാ നീ അവിടുന്ന് പോയി എന്നാ KVM പന്താവൂര് നിങ്ങളുടെ എല്ലാ മൂല്യന്മാരും കൊണ്ടുനടന്നിരുന്ന പേരോട് തന്നെ പറയല്ലേ, ലാ കണ്ണ ഇല്ലല്ല ലാ മൂക്ക ഇല്ലല്ല എന്ന് KVM പന്താവൂര് പറഞ്ഞതിന് മറുപടി നിങ്ങളുടെ പേരോട് പറഞ്ഞ എന്താണോ? എല്ലാം ഒന്നാണ് എന്ന അർത്ഥത്തിലാണ്. ഫലത്തിൽ യഥാർത്ഥത്തിൽ അല്ല ഒന്നാണ്, അള്ളയാണ് ഉള്ളവൻ എന്നാണ് എന്നൊക്കെ നിന്റെ പേരോട് മറുപടി പറഞ്ഞൊക്കെ മറന്നോ? KVM പന്താവൂരിന്റെ പുസ്തകത്തിലെ ലാ കണ്ണ ഇല്ലല്ല എന്ന് പറഞ്ഞതിനെ പറ്റി പേരോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിന്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ളവൻ അള്ളയാണ് എന്നാണ് എന്നാ പറഞ്ഞത്. ഇടമുറകാണ് എന്നല്ല പേരോട് പറഞ്ഞത്. പേരോട് KVM പന്താവൂരിനെ പറ്റി ഇടമുറകാണെന്നല്ല പറഞ്ഞത്. അദ്ദേഹം എഴുതിയത് ന്യായീകരണം പറയാണ് പേരോട് ചെയ്തത്. ഇപ്പൊ ഇബ്നു സാറ കുടുങ്ങിയപ്പോ ഇബ്നു സാർ രക്ഷപ്പെടാൻ ശ്രമിക്കാണ്. എന്നാ കുടുങ്ങിയോടത്തുനിന്ന് താങ്കളെ പിടിക്കും. എന്നാ നിങ്ങളുടെ ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ വേറൊരു പണ്ഡിതന്റെ വായിക്കാം. ആ പണ്ഡിതൻ എന്താ എഴുതിയിട്ടുള്ള അറിയോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് തള്ളുവോ? പൊന്മളന്റെ നിരീശ്വരവാദിയാണെന്ന് പറയോ? പൊന്മള പറഞ്ഞ എന്താ അറിയോ? അള്ളാഹു ആകാശത്തിൽ ഉപവിഷ്ടനായി എന്നും പറയാൻ പറ്റൂല, ഭൂമിയിൽ ഉപവിഷ്ടനായി എന്നും പറയാൻ പറ്റൂല എന്നാണ് എന്ന് പൊന്മള പറഞ്ഞു. അത് താങ്കൾ വിശ്വസിക്കോ ഇബ്നു സാറേ? അത് വിശ്വസിക്കോ? അത് ഇമാം അശ്ശരിയുടെ റിസാലയിൽ നിന്ന് വായിക്കോ? അല്ലെങ്കിൽ ഇമാം അശ്ശരിയുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് ഇബ്നു സാറ വായിക്കോ? വായിക്കുമെങ്കിൽ വായിച്ചോ. എന്നാൽ നിങ്ങൾ അപ്പറഞ്ഞതിന് എതിരും ഇമാം അശ്ശരി പറഞ്ഞത് അപ്പ കാണിച്ചു തരും. നിനക്ക് സംവാദത്തിന് റെഡി ആയിക്കോ. നിങ്ങൾ പറയുന്നത് എന്താണോ നിങ്ങളുടെ അക്കീദ അതിന് എതിര്, എന്താണോ ഇബ്നു സാറ പറയുന്ന അക്കീദ അതിന് എതിര് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വേഗം തുടങ്ങ് വാദപ്രതിവാദം. നിനക്ക് എത്ര മിനിറ്റ് വേണം അത് പറഞ്ഞോ. എന്റെ മിനിറ്റ് നീ പറയുന്ന അത്രേ. സാഹിബെ കാളമൂത്രം കൊണ്ട് രക്ഷപ്പെടില്ല. ഞങ്ങള് ഏത്തടിപ്പിക്കുന്നവർ ഏത്തടിപ്പിക്കും. എന്റെ ഉസ്താദിന്റെ കറാമത്ത് കൊണ്ടുപോയി ഇവിടെ സുന്നികളുടെ പാച്ച നോണ പറയാ. നോണ പറഞ്ഞതിന് മാപ്പ് പറയാതെ ഇജ്ജായിട്ട് ചർച്ചയിൽ ഇനി അഡ്മിൻ ഇടപെടുക, പ്ലീസ് ഇന്റർവീൻ, ഇടപെടൂ, ഇയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കൂ. അങ്ങനെ ഒരു വാദം ഇസ്ലാമിലില്ല, അഹ്ലുസുന്നക്ക് ഇല്ല. അള്ളാഹുവിന് ഇടം നിശ്ചയിക്കുന്ന പരിപാടി അഹ്ലുസുന്നക്ക് ഇല്ലേ ഇല്ല. അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാദമാണ്. ഇവിടെ ഏതോ ഒരു മൗലവിയെ കൊണ്ടുവന്ന് പന്താവൂരോ ഏതോ ഒരു പന്താവൂര് അങ്ങനെ ഒരാള് നമുക്ക് തീരുമായി ബന്ധമില്ലാത്തയാളാണ്, സമസ്തയുമായി ബന്ധമില്ലാത്തയാളാണ്. ഇവിടെ അഹ്ലുസുന്നയുടെ ആധികാരിക ജിഹാ അത് സമസ്തയാണ്. സമസ്ത എന്ന വടവൃക്ഷമാണ്. അവരാണ് പറയുന്നത്, അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് മൗലവി മാപ്പ് പറയൂ. പൊന്മളയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ വിശ്വാസം പറയുന്നുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയണം. വെയിലിത്തറയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ വിശ്വാസമുണ്ട്, ആ വിശ്വാസവും പറയണം. KVM പന്താവൂരിനപ്പം നിങ്ങൾ തള്ളി അല്ലേ? നിങ്ങളുടെ 3 സമസ്തക്കാരുടെ 3 പുസ്തകത്തിൽ നിങ്ങളുടെ വിശ്വാസം പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ തള്ളേണ്ടി വരും. ഇപ്പൊ തുടങ്ങിക്കോ വാദപ്രതിവാദം. ഓക്കെ, ഒന്നുമല്ല, നമ്മൾ വാദപ്രതിവാദം തുടങ്ങാം. നമ്മള് സംവാദത്തിൽ നമ്മളൊക്കെ തെളിയിക്കാം. എല്ലാം വായിച്ചു തരാം. സംവാദം വേഗം തുടങ്ങാം. ഇബ്നു സാർക്ക് എത്ര മിനിറ്റ് വേണം? ഇബ്നു സാർക്ക് എത്ര മിനിറ്റ് വേണം? ഇമാം അശ്ശരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുടെ അഖീദ നിങ്ങൾ വായിച്ചറിയിക്കുകയാണ്. നിങ്ങളിപ്പോ എന്താണോ അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കണമെങ്കിൽ അതിപ്പോ നിങ്ങൾ ഇവിടെ വായിച്ചു തരും. ഇമാം അശ്ശരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാനും വായിച്ചു തരും. എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോ. സമയം പറ, നീ സമയം പറ. എത്രയാണ് എനിക്ക് സമയം വേണ്ടി പറ. വേ നോക്ക്. അവിടെ നിക്ക്. പച്ച നുണ, ദജ്ജാലൂന കദ്ദാബൂന, നുണ പറയുന്ന ദജ്ജാലുകൾ വരുമെന്ന് റസൂൽ പറഞ്ഞില്ലേ? അതാ ഇവിടെ ഒരു ദജ്ജാല് പച്ച നുണ പറയാ. തെളിവിടാത്ത പരിപാടി ചർച്ചില്ല. പാച്ച നുണ പറഞ്ഞു. ഉമർ ഫൈലി നുണ പറഞ്ഞു. ആന നുണ. ഗീവൽസിനെ പോലും നാണിപ്പിച്ചല്ലോടോ. നുണ പറഞ്ഞിട്ടുള്ള ചർച്ച വേണ്ട. സത്യമായിട്ട് ആദ്യം അത് കൊണ്ടുപോവാ അല്ലെങ്കിൽ മാപ്പ് പറ. മാപ്പ് സുന്നി സോൾഡർ. ഇബ്നു സാറേ, എന്തിനാ ഇങ്ങനെ കഴിയാത്ത പണിക്ക്? സ്വന്തം നടക്കാൻ വയ്യാത്ത കൂറ പത്തായം കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ മോനെ?
സ്വന്തം നടക്കാൻ വയ്യാത്ത കൂറ 10 ഏൽക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ ഈ പണിക്ക് നിൽക്കണത്? എത്രയും പെട്ടെന്ന് പറ, തുടങ്ങ്. നിനക്ക് എത്ര മിനിറ്റാ വേണ്ടി പറയേ? വേട്ടെ 5 മിനിറ്റാ വേണ്ടി? എത്ര വേണ്ടി? യാ അല്ലാ, അസ്സലാമു അലൈക്കും. ദജ്ജാലൊക്കെ വന്നോട്ടെ മോനെ. ദജ്ജാലിനെ പിടിച്ചു കെട്ടാ. നിങ്ങളൊക്കെ വാദപ്രതിവാദ വീരന്മാരല്ലേ, എങ്ങോട്ട് ഇറങ്ങ്. ആ ദജ്ജാലിനെ നമുക്ക് പിടിച്ചു കെട്ടാ. എത്ര മിനിറ്റാ നിനക്ക് സംവാദത്തിന് വേണ്ടി? അത്ര മതി എനിക്കും. നീ പറഞ്ഞോ എത്രയും പെട്ടെന്ന്. അശ്ശരി ഇമാമിന്റെ കിതാബിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അക്കീദയാണോ ഉള്ളതെങ്കിൽ അതിന് വായിച്ചലും. അശ്ശരി ഇമാമിന്റെ കിതാബിൽ നിന്ന് ഞങ്ങൾക്ക് മുജാഹിദീങ്ങൾക്ക് എന്ത് അക്കീദയാണോ ഉള്ളത് എങ്കിൽ അത് ഞങ്ങൾ ഇമാം അശ്ശരിന്റെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചോളാം. വേഗം നോക്ക്, വേഗം നോക്കി. എത്ര മിനിറ്റാ നിനക്ക് വേണ്ടത്? വേഗം പറ. സംവാദം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നിഷ്പക്ഷമതികളായ ആളുകൾക്ക് കാര്യങ്ങൾ അറിയണം. അവർക്ക് പ്രമാണങ്ങളും മാറ്റുരക്കുന്നത് അറിയാൻ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് നോക്ക്. യല്ലാ, അസ്സലാമു. അടിമിന്റെ വയ്യാലെ കൂടിയല്ലേ രക്ഷല്ല. ആകെ നാണം കെട്ട് എരപ്പായില്ലേ ഇബ്നു സാറേ? അടിമിന് എവിടെയാണ്? നിനക്ക് ഇനി അടിമിന്റെ വയ്യാലെ കൂടേണ്ടി വരും അല്ലേ? നിനക്ക് ഇമാം അശ്ശരിന്റെ എടോ അതിലേറെ നല്ലത് മുയ്യദ്ദീൻ ശേഖനെ വിളിച്ചടാ. വായ കൂടും മുമ്പ് വല്ലേ നിലത്തുനിന്ന് എന്നെ വിളിപ്പവർക്ക് ബായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നവരെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. വായ കൂടും മുമ്പ് ഉത്തരം ചെയ്യില്ലേ? മുയ്യദ്ദീൻ ശേഖനെ വിളിച്ച് ചോദിച്ചോക്കെ എവിടെ അടിമീന്ന്. ഞങ്ങളോടാ ലഭിക്കണ്ട. ഇവിടെ പബ്ലിക്കൊക്കെ ചോദിച്ചാ മുയ്യദ്ദീൻ ശേഖനോട് വിളിച്ചു ചോദിച്ചാൽ ഉത്തരം കിട്ടൂലേ പെട്ടെന്ന്. അഡ്മിൻ എവിടെ ചോദിച്ചോ മുയ്യദ്ദീൻ ശേഖനോട്? എന്റെ ഇവര് സാറേ ഇജാതി ഒരു മുക്കടി കഞ്ഞി കുടിക്കേണ്ടി വന്നിട്ടില്ലല്ലേ? വേഗം പറ, നിനക്ക് എത്ര സംവാദത്തിന് ടൈം വേണ്ട? ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങാണ്. ഇമാം അശ്ശരിന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ ഇവിടെ നിരത്തി വെച്ചിക്കാണ്. എത്രയും പെട്ടെന്ന് മുജാഹിദുകളുടെ ആദർശം ഇമാം അശ്ശരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വേണ്ടി വന്ന മുയ്യദ്ദീൻ ശേഖിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ അപ്പടെ വായിച്ച് ഇവിടെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. വേ നോക്ക്. യല്ലാ, അസ്സലാമു അലൈക്കും. കുഞ്ഞിരായം കൊടുക്ക് നിങ്ങൾ കേട്ടിട്ടില്ല? കുഞ്ഞിരായം കൊടുക്ക്. ആ കുടുക്കിൽ ഇപ്പൊ അയാളെ വീണത്. സംവാദം തുടങ്ങിയില്ലോ. സംവാദം ഇവിടുത്തെ അഡ്മിൻ എപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 3 ക്ലിപ്പിടുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് കൊണ്ടുവരൂ, ഞാൻ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ സുന്നികളുടെ വിശ്വാസമാണ് അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിന് ഇടമുണ്ട്, അള്ളാഹു സർവ്വവ്യാപിയാണ്, അള്ളാഹു എല്ലായിടത്തും വ്യാപരിച്ചു കിടക്കുന്നവനാണ് എന്ന അദ്വൈതവാദികളുടെ വാദമാണ് സുന്നികൾക്കുള്ളത് എന്ന് നിങ്ങൾ പച്ചനുണ പറഞ്ഞു. വിടില്ല മൗലവി, ജാരന്റെ പണിയെടുക്കരുത് മൗലവി. ആൺകുട്ടികളെ പോലെ നേർക്ക് നേർന്ന് കൊണ്ട് സംസാരിക്കൂ മൗലവി. അങ്ങനെ സംസാരിക്കൂ. നിങ്ങളുടെ ട്രൗസറിൽ നിങ്ങളെ മൂത്രമൊഴിപ്പിച്ച് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ബിഹഖി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്റെ ഉസ്താദുമാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് കാണിച്ചു തരാം മൗലവി. നിങ്ങൾ കൊണ്ടുവാ. പാച്ച നുണ പറഞ്ഞ് മാപ്പ് പറയാത്ത പ്രശ്നം. യു ഹാവ് ടു അപ്പോളജൈസ് ഫസ്റ്റ്, then you come and lock horns with me, okay? First you have to apologize. മനസ്സിലായോ അനക്ക്? ഓ മൗലവി സാഹിബേ, സംവാദമൊക്കെ തുടങ്ങി. നിങ്ങളിപ്പോ എവിടെയാ? സംവാദം കഴിച്ചാൽ കൂടി രക്ഷപ്പെട്ട ആശാല് നടക്കില്ല. അന്നെ കൊണ്ട് ഏത്തടിപ്പിച്ചിട്ടല്ലാതെ സുന്നി സോൾജിയറിന്റെ പിന്മടക്കമില്ല ഇൻഷാ അല്ലാ. അതുകൊണ്ട് കൊണ്ടുവാ മൗലവി. നിങ്ങളെ നുണ പറഞ്ഞില്ലേ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നല്ലേ? എവിടെ പന്മള ഉസ്താദ് പറഞ്ഞത്? എവിടെ AP ഉസ്താദ് പറഞ്ഞത്? എവിടെ ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞത്? EK ഉസ്താദ് പറഞ്ഞത് എവിടെ? എവിടെയാണ് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്? എവിടെയാണ് ഹസൻ ഉസ്താദ് പറഞ്ഞത്? കാണിച്ചു തരൂ മൗലവി സാഹിബേ. ഞങ്ങളുടെ നേതാക്കളാണ് ഞങ്ങളുടെ ആശയം പറയേണ്ടത്. ഏതെങ്കിലും പന്താവൂരോ മറ്റേ ഊരൊന്നും അല്ല പറയേണ്ടത്. അതുകൊണ്ട് കൊണ്ടുവരൂ. നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല. തരികിട മാറ്റി വെക്കൂ. തരികിടക്ക് നല്ല സീരിയൽ ഉണ്ട് കേട്ടോ ഏഷ്യാനെറ്റിൽ. അവിടെ പോയാൽ മതി. തരികിട കളിക്കാൻ ആളെ വേണമെന്നും പറഞ്ഞു നടക്കണം, ഒരു മൗലവീരെ വേണമെന്നും. അങ്ങോട്ട് പോയിക്കോളൂ. ഇവിടെ നടക്കില്ല. പാവപ്പെട്ട വിശ്വാസികളെ കൊടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മൗലവി സാഹിബേ, അള്ളാഹുവിന്റെ അതേ അള്ളാഹു ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അർവാഹകളുണ്ട്. അവർ വന്ന് മൗലവിയുടെ കിഴുക്കിന് പിടിക്കും കേട്ടോ. കാരണം ഞങ്ങൾ അവരോട് ഇസ്തിഹാസ നടത്തുന്നവരാ. വിളിച്ചു ഞങ്ങൾ മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മൗലവിയുടെ കിഴുക്കിന് പിടിക്കാൻ ഗളച്ഛേദം ചെയ്യും മൗലവി നിങ്ങളുടെ ആശയത്തെ. എന്റെ വചനത്തെ ഫൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നന്ദി ഞാനെന്നോ അവർ. അതേ മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ വന്നു കഴിഞ്ഞു. ആ കറാമത്താണ് ഇവിടെ പ്രതിഫലിച്ചത്. പൊന്മള എവിടെ പറഞ്ഞത്? ഞാൻ നമ്മളെ സംവാദത്തിൽ കാണിച്ചു തരേ. സംവാദം നടക്കട്ടെ. സംവാദത്തിൽ അല്ലേ പരിപാടികളൊക്കെ ഉള്ളത്. സംവാദത്തിന്റെ മുമ്പ് തന്നെ നമ്മൾ സംവാദം വേണ്ടല്ലോ. ഞാനൊരു ചെറിയൊരു ടെക്സ്റ്റ് ഡോസാണ് ഞാൻ മറ്റേ KVM പന്താവൂരിന്റെ തന്നത്. പൊന്മളുടെ ഞാൻ ദാ സംവാദം തുടങ്ങിയ നമ്മൾ സംവാദത്തിലല്ലേ ഒക്കെ തെളിയിക്കലും അതേപോലെ നിങ്ങളുടെ ആദർശം എന്നതാണെന്നൊക്കെ പറയാലോ. എന്തിനാപ്പ താമസം? ബേജാറാകേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നോക്കോ, എത്രയും പെട്ടെന്ന് നോക്ക്. സംവാദം തുടങ്ങി. നമുക്ക് ഈ സംവാദത്തിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും പറയാലോ, തെളിയിക്കാലോ. വേട്ടെ. എത്ര മിനിറ്റാ നിനക്ക് വേണ്ടേ? ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം ഉദ്ധരിക്കുക, എന്നിട്ട് നിങ്ങളുടെ ആദർശം എന്താണോ അത് അതിന് വായിക്കുക. ഞങ്ങളുടെ ആദർശം എന്താണെന്ന് ഞാനും അതിന് വായിക്കുക. പെട്ടെന്ന് നോക്ക്. മൗലവി എന്തിനപ്പോ ഈ രൂപത്തില്? കാളേനെ നമ്മള് ഒന്നുഹിത്തറക്കാൻ കൊണ്ടുപോകില്ലേ? അപ്പൊ കാള കിടന്ന് കാറു. ആ ശബ്ദമാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് മൗലവി സാഹിബേ അവിടെ നിൽക്ക്, ബേജാറാവണ്ട. ഒരു മാപ്പങ്ങോട്ട് പറഞ്ഞോ.
ഒരു മാപ്പ് അങ്ങോട്ട് പറഞ്ഞ ചർച്ച തുടങ്ങി. എത്ര നേരം ചർച്ച തുടങ്ങിയിട്ട്? ഇവിടുത്തെ അഡ്മിൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ? 3 ക്ലിപ്പ് വെച്ചിട്ടോളാൻ പറഞ്ഞില്ലേ? നിങ്ങളൊരു ക്ലിപ്പ് ഞാനൊരു ക്ലിപ്പ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്താ വിഷയോ? അപ്പൊ അതുകൊണ്ട് പറ, എവിടെയാ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ ആലിമീങ്ങൾ പറഞ്ഞത് എവിടെ? മഹാനായ സുദഖത്തുൽ ഉസ്താദ് പറഞ്ഞോ, മഹാനായ കെ ഉസ്താദ് പറഞ്ഞോ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞോ, മഹാനായ ശംസുൽ ഉലമ പറഞ്ഞോ, താജുൽ ഉലമ പറഞ്ഞോ, ഖബറുൽ ഉലമ പറഞ്ഞോ, നൂറുൽ ഉലമ പറഞ്ഞോ? അതെ, ഞങ്ങളുടെ നേതാക്കളാണ് ഞങ്ങളുടെ ആശയം പറയേണ്ടത്. പറഞ്ഞോ മൗലവി, നുണ പറഞ്ഞിട്ട് ദജ്ജാലിന്റെ പണിയുമായി വരണ്ട. അതുകൊണ്ട് ആദ്യം ഏത്തിടുക, ഏത്തിട്ടിട്ട് മൗലവി സാഹിബേ മാപ്പ് പറയൂ, ഏത്തയിടൂ. അതേ, ചർച്ചയാണ്, സംവാദമാണ് നടക്കുന്നത്. എന്റെ ചോദ്യം, നിങ്ങൾ ഞങ്ങളുടെ മേലെ ഒരു വാദം കെട്ടിയേൽപ്പിച്ചു, അത് എവിടെയാണ് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പ് പറഞ്ഞിട്ട് അടുത്ത ചർച്ച. അടുത്തത് എന്താ? എന്റെ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. എവിടെയാണ് ഇമാം അശ്ശരി തങ്ങൾ പറഞ്ഞത് അള്ളാഹു സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നു എന്ന്? അശ്ശരി ഇമാമിനെ വലിയ പച്ച നുണ പറഞ്ഞില്ലേ നിങ്ങൾ? അത് ഇവിടെ തെളിയിക്കും. രണ്ടാമത്തത് കേട്ടോ, 2 ചോദ്യം ഇവിടെ നിൽക്കാം. പെട്ടെന്നോടെ. നിങ്ങൾ ഈ ക്ലിപ്പിൽ കൃത്യമായി നിങ്ങൾ പറയുന്നു അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നതാണ് സമസ്തയുടെ വിശ്വാസം. അത് ഞങ്ങളുടെ വിശ്വാസം അല്ല, ആണ് നിങ്ങൾ തെളിയിക്കണം. അത് നുണയാണ്. അള്ളാഹുവിന് ഇടം സൃഷ്ടിക്കുന്ന വിശ്വാസധാര അഹ്ലു സുന്നക്ക് ഇല്ല, അന്യമാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ മാപ്പ് പറ. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം, ഇമാം അശ്ശരി തങ്ങൾ എവിടെയാ പറഞ്ഞത് സിംഹാസനത്തിന് മുകളിൽ അള്ളാഹു ഇരിക്കുന്നു? ജലസ എവിടെ പറഞ്ഞത്? അങ്ങോട്ട് അത് കൊണ്ടുവരാം. ഇതിന് മാപ്പ് പറഞ്ഞ ശേഷം അത് കൊണ്ടുവരാം. അപ്പൊ മാപ്പ് പറഞ്ഞ് ഇട്ടതിന് ശേഷം തുടരും. ഓക്കെ, കമോൺ ഇടുക്കു മൗലവി. എവിടെ എന്താ ഇങ്ങനെ ഒരു പിന്നാക്കം പോച്ചിന്? എന്താ ഒരു റെട്രോഗ്രസീവ് നേച്ചർ? പെട്ടെന്ന് അവിടെ അല്ല, നിങ്ങളെ വിശ്വാസം അതല്ല. അതിന്റെ അടുത്ത് തെറ്റുപറ്റിയാണ് ഇബ്നു സാറേ. അല്ല, നിങ്ങളെ വിശ്വാസം അതല്ല. ഓക്കെ, മനസ്സിലല്ലേ? തെറ്റുപറ്റുമല്ലോ. അപ്പൊ ഇനി നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് നീ പറഞ്ഞാൽ മതി. അശ്ശരി ഇമാമിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ മതി. ഞാനതിന് മാപ്പും പറയാം. എല്ലായിടത്തും അല്ല ഉണ്ട് എന്നല്ല നിങ്ങളുടെ വിശ്വാസം. ഞാൻ അങ്ങനെ വിചാരിച്ചു നിങ്ങളെ പറ്റി. നിങ്ങളുടെ ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഞാന് KVM പന്താവൂരിനെ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാര് അദ്ദേഹം പറഞ്ഞതിന് ന്യായം പറഞ്ഞപ്പോ KVM പന്താവൂരിനെ പേരോട് അംഗീകരിച്ചപ്പോ താങ്കളും അംഗീകരിക്കുന്ന വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. അപ്പൊ താങ്കൾ പറയുന്നു അങ്ങനെയല്ല എന്ന്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന സുന്നി വേറെ കാരണം. എന്നാ ശരി, ഇന്ന് ഞാനത് പിൻവലിച്ചു കേട്ടോ. എന്നാ ഇനി എന്താ ഉള്ളത്? ഇനി നിങ്ങളുടെ ആദർശം എന്താണെന്നറിയോ? അള്ളാഹു സിംഹാസനത്തിന് മേൽ ആധിപത്യം നടത്തി എന്നുള്ള ആദർശം നിങ്ങൾക്കുണ്ടല്ലോ. ആധിപത്യം നടത്തി എന്നുള്ള ആദർശം ഉണ്ട്. എന്നാ അത് ഇമാം അശ്ശരിന്റെ കിതാബ് നമ്മൾ വായിക്കുക എന്നാ പറഞ്ഞത്. പോരെ, നീ തുടങ്ങി. അല്ലാഹു അക്ബർ. അതാണ് ഏത്തയിടിക്കുമെന്ന് പറഞ്ഞ ഏത്തയിടിക്കും. നിങ്ങളെ പറഞ്ഞത് പിൻവലിപ്പിച്ച് നിങ്ങളെ കൊണ്ട്, മനസ്സിലായോ? അതാണ് ഞങ്ങൾ വിജയിച്ചു, അൽഹംദുലില്ലാ. നിങ്ങൾ പച്ച നുണ പറയുന്നു ഞങ്ങളുടെ പേരിൽ. അതിവിടെ കളവ് പിടികൂടി. ഇനി ഇനി അടുത്തത് പറ. അടുത്തത് തെളിയിക്കൂ. എവിടെയാ ആശരിമാമ പറഞ്ഞത്? കസാലക്ക് മുകളിൽ കസാലക്ക് മുകളിൽ അള്ളാഹു ഇരിക്കുന്നു, അള്ളാഹു അർശിന്റെ മുകളിൽ ഇരിപ്പിടത്തിലാണ് എന്ന് അശ്അരി ഇമാം പറഞ്ഞത് എവിടെ? അത് കേട്ടു. അപ്പൊ ആദ്യം മാപ്പ് പറയിച്ചു, ഏത്തിടിച്ചു, എല്ലാവരും കേട്ടല്ലോ. പിൻവലിക്കാൻ കാരണം എന്താ അറിയോ? ഞാൻ വിചാരിച്ചു താങ്കൾ AP ഗ്രൂപ്പ് ആണെന്ന് വിചാരിച്ചു. ഈ പേരോടിന്റെ ഒക്കെ ആളാണെന്ന് വിചാരിച്ചു പോയി. അപ്പൊ പേരോടൊക്കെ എന്താണ് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ആദർശം അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണല്ലോ എന്ന്. പക്ഷെ താങ്കൾ എന്താ പറഞ്ഞത്? പേരോട് KVM പന്താവൂരിനെ അംഗീകരിച്ചപ്പോൾ താങ്കൾ നിരീശ്വരവാദിയാണ്, ഇടമുറകാണെന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ ഈ എന്താ പറയാ, തട്ടാൻ വരുന്ന പോത്തിന് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊരു ചെല്ലുണ്ട്. അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ എന്ത് ചെയ്തത്? ഞാനത് പിൻവലിച്ചത്. കാരണം താങ്കൾ AP കാരനല്ലല്ലോ. AP കാരനാണെങ്കിലല്ലേ ഇപ്പൊ സംസാരിക്കേണ്ടേ ഉള്ളൂ. AP കാരനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്തത്? അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം ഉള്ളത് എന്ന് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോ നിങ്ങളിപ്പോ പറയുന്നത് KVM പന്താവൂര് നിരീശ്വരവാദിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് താങ്കൾ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അതിന് തടി വട്ടാക്കാൻ വേണ്ടിയുള്ള കളിയാണ് ഇപ്പൊ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഇമാം അശ്ശരിയുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്നാ പറയാനുള്ളത്. കാന്തപുരം ഉസ്താദിന്റെ ആളാണ്. ഈ കാന്തപുരം എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ജൂനിയർ ഉണ്ടല്ലോ ഒരു സാധനം, പേരോട്. ആ പേരോട് പറഞ്ഞെന്താ അറിയോ? ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ എന്ന് പറഞ്ഞതിനെ പറ്റി പേരോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉള്ളവൻ അള്ളയാണ് എന്നാണ് ആ പേര് KVM പന്താവൂര് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. താങ്കൾ അദ്ദേഹത്തെ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. അപ്പൊ നോക്കുമ്പോ കാന്തപുരാണോ കുന്താപുരാണോ താങ്കൾ എന്ന് അറിയാത്ത ഭാഷയാണ് താങ്കൾ പറയുന്നത്. മനസ്സിലായില്ലേ? കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള കളി. അപ്പൊ അതൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും പുസ്തകങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിക്കോട്ടെ. എനിക്കിപ്പോ പറയാനുള്ള എന്താരോ, താങ്കളുടെ ആദർശം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അള്ളാഹിലുള്ള വിശ്വാസം. ആ അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ് എന്ന് ഇമാം അശ്ശരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് തെളിയിക്കാനുള്ള സംവാദത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ട് താങ്കളുടെ ആദർശം ഇവിടെ തെളിയിക്കുക. വളവളാന്നൊന്നും പറയണ്ട, വേഗം ആ തെളിവ് ഇങ്ങോട്ടിടാം.
തെളിവിങ്ങോട്ടിട. ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ സമസ്ത, മഹാനായ താജുൽ ഉലമ നേതൃത്വം കൊടുത്ത സമസ്ത, മഹാനായ ഈ സുലൈമാൻ മുസ്ലിയാർ തുവലല്ലാഹു മഹാനവറുകൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത, ആ സമസ്തയുടെ നിലപാടായിട്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. പേരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത്. ഏത്? അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അള്ളാഹുവിന് ഇടമുണ്ട് എന്ന്. അതെവിടെ? പെട്ടെന്ന് കേട്ടാ. അത് പറയാതെ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. കുഞ്ഞിരായം കുടിക്കൽ അങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ മൗലവിനെ അങ്ങോട്ട് ചാവട്ടി കൂടി ഞങ്ങൾ. ഇല്ല, പേരോടിന്റെ ക്ലിപ്പിന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ വകുപ്പിലും കൂടി ഒരു മാപ്പ് ഞാൻ പറയാം. അതും കഴിഞ്ഞല്ലോ. ഇനി ഒരു കാര്യം ചെയ്യും, ഇനി നിങ്ങളുടെ ആദർശം ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്ക്. ഓക്കെ, മാപ്പ് പറഞ്ഞിരിക്കണേ. അതെ, പേരോട് പറഞ്ഞു എന്നുള്ളതുണ്ടല്ലോ, അതിന്റെ ക്ലിപ്പ് ഇപ്പൊ എന്റെ കയ്യിൽ ഇടാനില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞു. ഇനി ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഇനി വായിക്ക്. അഡ്മിനിന്റെ പ്രശ്നമല്ല, ഞാൻ അഡ്മിനോടൊന്ന് പറയാം. താങ്കൾ പറയണൊക്കെ ഞാൻ കേൾക്കണ മനുഷ്യനല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്ക്. ആയിക്കോട്ടെ, അള്ളാഹു അക്ബർ. ആയിക്കോട്ടെ, വായിക്ക്. അല്ലാഹു അക്ബർ. അത് തന്നെ പറഞ്ഞു. അത് കഴിയില്ല. പേരോട് ഉസ്താദിന്റെ പേരിൽ പച്ച നുണ പറഞ്ഞിട്ട് മൗലവിയെ കൊണ്ട് തേടിയിപ്പിച്ചു. ഇപ്പൊ വീണ്ടും കണ്ടോ എത്രാമത്തെ മാപ്പ്. എല്ലാം പിടികൂടി, എല്ലാത്തിനും മാപ്പ്. ഇനി ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്ക്. ഇനി ഇമാം അശ്ശരിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ ആദർശം വായിക്ക്. ആയിക്കോട്ടെ, ഓക്കെ. അൽഹംദുലില്ലാ, മൗലവി സാഹിബ് ഇവിടെ കിട്ടു. ജനങ്ങളെ വഞ്ചിച്ച ആ വഞ്ചന നമ്മളിവിടെ പിടികൂടി. 2 രൂപത്തിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ മാപ്പ് പറയേണ്ടി വന്നു. ഇനി അടുത്ത സെഷൻ ഏതാണ്? അടുത്ത സെഷൻ ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുള്ളവരുടെ പച്ച നുണയാണ്. അബുൽ ഹസൻ അശ്അരി റഹിമഹു നമ്മുടെ മദ്ഹബിന്റെ അഖീദയുടെ ഇമാമാണ്. മഹാനവറുകൾ പറഞ്ഞു എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്ത്? കസേരയുടെ മുകളിലിരിക്കുന്നു എന്ന്. ഇബാർത്തിടൂ, എന്നിട്ട് തെളിയിച്ചോളൂ, ഞാൻ ഉടനെ വരും കേട്ടോ. ഇബാർത്തിവിടെ ഇട്ടോളൂ, എന്നിട്ട് തെളിയിച്ചോളൂ. ഞാൻ നിസ്കാരം, എന്റെ ഇശ നിസ്കരിച്ചിട്ടില്ല. ഇശ നിസ്കാരത്തിന് ശേഷം ഞാൻ ഇൻഷാ അല്ലാഹ് ജോയിൻ ചെയ്യും.